മാനസിക സംഘർഷമുള്ള സ്ത്രീകളെ പുനരധിവസിപ്പിക്കുന്നതിനായി അങ്കമാലി കറുകുറ്റിക്കടുത്ത് എടക്കുന്നിൽ നസ്രത്ത് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. മാരീസ് ഭവൻ എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം ചാലക്കുടി MP ബെന്നി ബെഹനാനാണ് ഉദ്ഘാടനം ചെയ്തത്. സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഗ്രാസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോജി ജോൺ MLA ആണ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആയിരത്തി 1948 നസ്രത്ത് സന്യാസ സമൂഹം ആരംഭിക്കുന്നത്. ഇതേ വർഷം തന്നെ എടക്കുന്നിലെ മദർ ഹൗസിനോട് ചേർന്ന് മറ്റ് സാമൂഹ്യ പ്രവർത്തന സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിച്ചു. നസ്രത്ത് സന്യാസ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഗ്രാസിയയാണ് ഞാൻ. 1948 മാർച്ച് മാസത്തിൽ സമാരംഭിച്ച ഞങ്ങളുടെ ഈ സഭ കുടുംബങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. 1948 ഈ സഭ ആരംഭിക്കുന്ന ആ സമയത്തു തന്നെ അതോട് ചേർന്ന് സമാരംഭിച്ചതാണ് ഞങ്ങളുടെ ഈ എടക്കുന്ന് പ്രദേശത്തുള്ള ഈ സ്ഥാപനങ്ങളും ഒരുമിച്ച്. ഇരട്ടപിറന്ന സഹോദരങ്ങളെപ്പോലെ ആരംഭിച്ച ഈ പ്രസ്ഥാനങ്ങൾ കുടുംബങ്ങളുടെ സുസ്ഥിതിക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുക. ഇവിടെ സെൻറ്റ് ആൻസ് ഹോം, സെൻറ്റ് ആണീസ് ഹോം, സെൻറ്റ് മാഗ്ദലൻസ് ഹോം, ബാലഭവൻ, ശിശുഭവൻ മുതലായവയും അവയോട് ചേർന്ന് അവയിലുണ്ടാകുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിക്കപ്പെടുവാനായിട്ട് ആശുപത്രിയും സ്കൂളും ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഇന്ന് വളരെയധികം അധികമായി കൊണ്ടിരിക്കുമ്പോൾ അത് മാനസികമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ തലമുറയെ വളരെ ക്ലേശിപ്പിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ ചികിത്സിക്കുവാനും ശുശ്രൂഷിക്കുവാനുമൊക്കെ ആയിട്ട് ഒരു സ്ഥാപനം ഇന്നത്തെ വലിയ ആവശ്യമാണ് എന്ന് സിസ്റ്റേഴ്സിനെല്ലാവർക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇവിടെ അതിനു വേണ്ടി കൂടി ഒരു ഭവനം ആരംഭിക്കുവാൻ ഞങ്ങളെല്ലാവരും വളരെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. ആ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഞങ്ങളായിരിക്കുക. അവശതയും മാനസിക വെല്ലുവിളിയുമൊക്കെ നേരിടുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ദീർഘകാലമായുള്ള നസ്രത്ത് സന്യാസ സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നസ്രത്ത് സന്യാസ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ കുടുംബപ്രേക്ഷിത വിഭാഗം കൗൺസിലറാണ്. എൻ്റെ പേര് സിസ്റ്റർ അനിഷ. ഈ ഭവനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാനസിക അസ്വാസ്ഥ്യമുള്ള കുടുംബങ്ങളിൽ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകളെ ഏറ്റെടുത്ത് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ നമ്പർ അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതിനോട് ചേർന്ന് അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈക്യാട്രി വിഭാഗമുണ്ട്. അവിടെ തന്നെയും പലപ്പോഴും വരുന്ന സ്ത്രീകൾ, കുടുംബങ്ങൾ അവരുടെയൊക്കെ വേദനകൾ ഞങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഭവനമുണ്ടായാൽ അത് വളരെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലായി. അങ്ങനെയാണിത് ഇവിടെ പൂർത്തിയാകുന്നത്. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല ഭവനങ്ങളും ഞങ്ങൾക്ക് ഇതേ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. മാതൃശിശുഭവനം ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു അപകടസ്ഥിതിയിലോ എന്തെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വന്ന് താമസിക്കാൻ പറ്റിയ വിമൻ ഇൻ ഡിസ്ട്രസ് ആയിട്ടുള്ള ആർക്കും വന്ന് താമസിക്കാവുന്ന ഒരു ഭവനം നമുക്കുണ്ട്. പിന്നെ ഭക്തജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഭവനമുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യം നമ്മളവിടെ കൊടുക്കും. അവർ ഭക്തജീവിതം നയിക്കുകയും ഞങ്ങളോടൊപ്പം തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ ഏതെങ്കിലുമൊക്കെ കാരണത്താലോ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളവർക്ക് ഏകസ്ഥ ജീവിതം നയിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ ഭവനങ്ങളുമൊക്കെ നമുക്കിവിടെയുണ്ട്. ഇത് ഞങ്ങളുടെ സഭയുടെ തന്നെ മറ്റ് കുടുംബപ്രേക്ഷിത വിഭാഗത്തിൻ്റെ തന്നെ ഒരു വശമാണ്. ഞങ്ങൾ കുടുംബങ്ങളിൽ പോയി സർവീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആയിരിക്കുന്ന കുടുംബങ്ങളുടെ കൂടുതൽ സുസ്ഥിതിക്കും നന്മയ്ക്കുമായിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പുനരധിവസിപ്പിക്കുന്ന സംവിധാനങ്ങളും സഭയുടെ തുടക്കം മുതലേ ഉള്ളതാണ്.